ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഞായറാഴ്ചയായിട്ട് വെറുതെ വീട്ടിലിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ചെടി വാങ്ങിക്കാൻ പോവാന്ന്. അപ്പോൾ നമ്മുടെ ഇവിടെ അവനവഞ്ചേരിയിൽ അമ്പലമുക്കിൽ വെർബിന ട്രോപ്പിക്കൽ ഗാർഡൻസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പുതുതായിട്ടാണ് ഈ ചെടി നഴ്സറി തുടങ്ങിയിട്ടുള്ളത്. ഒരു 2-3 മാസമേ ആയി കാണുള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ലതുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ വന്നപ്പോഴാണ് അറിഞ്ഞത് ഹൈബ്രിഡ് മാത്രമല്ല, ഇവിടെ നാടൻ വെറൈറ്റീസും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സും എല്ലാം ഉണ്ട്. ഒരു 1000-ഓളം വെറൈറ്റീസ് തന്നെ ഉണ്ട്. വിലയും കുറവാണ്, 1000-ഓളം വെറൈറ്റീസും ഉണ്ട്. അവസാനം നമുക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വീഡിയോ. ഇൻഡോർ കളക്ഷൻസ് എങ്ങനെയാണ്? ഇവിടെ ഇപ്പൊ തന്നെ ഇൻഡോർ പ്ലാന്റ് 100 വെറൈറ്റിയിൽ പുറത്ത് ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഓരോ വെറൈറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഇത് വീനസ് റെഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സൺലൈറ്റ് വേണ്ട അല്ലേ? സൺലൈറ്റ് വേണ്ട. ഇത് ഞങ്ങൾക്ക് നല്ല സെയിൽ ആവുന്ന ഒരു സാധനമാണ് കേട്ടോ. റെഡ് സോഡ്. ഇത് നല്ല മൂവിങ് ആണോ? ഇതെല്ലാം മൂവിങ് ഉള്ള, ഈ ഇരിക്കുന്ന അഗ്ലോണിമസ് എല്ലാം നല്ല മൂവിങ് ഉള്ളതാണ്. ഓക്കെ. പിന്നെ ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇത് ഡയമണ്ട് പിങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല വെറൈറ്റിയാണ്. ഓക്കെ. ഇത് പിങ്ക് ഡാൽമിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് ലീഫിലെല്ലാം പിങ്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് നല്ല മൂവിങ് ഉള്ളതാണ്. വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സൂപ്പർ വൈറ്റ്. സൂപ്പർ. ഇതിനും അത് കണക്ക് തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് സൺലൈറ്റിന്റെ ആവശ്യമില്ല. ചൈന റെഡ്. ഈ പ്ലാന്റ്സ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? പ്ലാന്റ്സ് നമ്മൾ കൽക്കട്ടയിൽ നിന്ന് എടുക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു സ്ഥാപനം ഞങ്ങൾക്ക് കൊട്ടാരക്കരയിലും ഉണ്ട്. ശരി. ഇത് എത്ര മാസമായി? ഇപ്പൊ ഇവിടെ നമ്മളൊരു 3 വീക്കായതേ ഉള്ളൂ. കൊട്ടാരക്കരയിൽ 2 സ്ഥാപനം ഉണ്ടായിരുന്നു. ശരി. ഈ സ്ഥാപനത്തിന്റെ പേര് വെർബിന അല്ലേ? വെർബിന ട്രോപ്പിക്കൽ ഗാർഡൻ. വെർബിന ട്രോപ്പിക്കൽ ഗാർഡൻസ്, അവനവഞ്ചേരി. അമ്പലമുക്ക്. വലിയ കുന്ന് എന്നും അറിയപ്പെടും. അല്ലേ മന്ദാരം അല്ലേ? ഇത് മന്ദാരം. ഇതെന്താ? ഇതിന്റെ പേര് കലാഞ്ചിയം എന്നാണ്. കലാഞ്ചിയം. ഇതിനൊന്നും ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല ഈ ചെടിയൊക്കൊന്നും. അരാന്തിമ എന്നാണ്. അരാന്തിമം. ഇത് നല്ല ബുഷായിട്ടൊക്കെ ചട്ടിക്കകത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഇവിടെ വേറെ വെറൈറ്റീസ് ഒക്കെ എന്താ? കടലാസ് ചെടികളായിരുന്നു, ഗോവിന്ദിലകളായിരുന്നു. അതൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പിച്ചിയുണ്ട്, കുറ്റിമുല്ലയുണ്ട്, ഡക്കോമയുടെ വെരിഗേറ്റഡ് ഉണ്ട്, പിന്നെ അമേരിക്കൻ ചെമ്പരത്തി, ഓക്കെ, സാധാ ചെമ്പരത്തി ഉണ്ട്. പിന്നെ തെച്ചി ഐറ്റങ്ങൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ട്രയാങ്കിൾ ഫൈക്കസ് എന്ന് പറയുന്ന ഇത് കുറച്ച് നല്ല ചെടിയാണത്. ട്രയാങ്കിൾ ഫൈക്കസ് എന്നാണ് അതിന്റെ പേര്. ഇത് കുറ്റിമുല്ലയല്ലേ? അത് കുറ്റിമുല്ല. പിന്നെ ജെയ്ഡ് എന്ന് പറയുന്ന അത് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. ഇതാണോ? ഇതല്ല. ഇത് പൂക്കോ? ഇല്ലല്ലോ. ഇത് പൂക്കുന്നതല്ല, ലീഫാണല്ലേ? ഓക്കെ. കൽക്കട്ട വെറൈറ്റീസ്. ഒരെണ്ണത്തിൽ തന്നെ ഒരു 3-4 ബഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാം അതാണോ? എല്ലാം അല്ല, കുറച്ച് ഐറ്റം. ഓക്കെ. ഗോൾഡ്.
ഗോൾഡൻ. ഈ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗാർലിക് വൈൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഗാർലിക് വൈൻ. ഗാർലിക് വൈൻ ഇതിന് ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലാണുള്ളത്. അത് ശരി. ഇത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കയറൂല എന്നൊക്കെ പറയുന്നത്. നിറച്ച് പൂ വരുന്ന ഒരു പ്ലാന്റ്. ഇത് പൂക്കും. ഇത് പൂക്കും. ഗാർലിക് വൈൻ. ഗാർലിക് വൈൻ എന്താ കളർ പൂവിന്റെ? ഇത് ലാവണ്ടറും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഹൈഡ്രാഞ്ചിയ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിന്റെ പിങ്ക് കൊണ്ട് പിങ്ക് ഒക്കെ ഫ്ലവർ കഴിഞ്ഞു. ഫ്ലവർ ഉള്ളതൊക്കെ ആൾക്കാർ എപ്പോഴെപ്പോഴും തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. ഇനിയുണ്ട് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ്, കുറച്ച് സർപ്രൈസസും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പാർട്ട് 2 വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.